നമസ്കാരം. MG സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തിരുവല്ലയിൽ തുടക്കമായി. ഇണമൈ എന്നാണ് 2026 കലോത്സവത്തിന് പേരിട്ടിരിക്കുന്നത്. 7 വേദികളിലായി ഇന്നു മുതൽ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം വേദിയിൽ മോണാക്ട് മത്സരം നടക്കുകയാണ്. മറ്റ് വേദികളിലായി ഭരതനാട്യം, കുച്ചിപ്പിടി, ഓട്ടംതുള്ളൽ തുടങ്ങിയ മത്സരങ്ങൾ നടക്കുന്നു. മോണാക്ട് വേദിയിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സമകാലികമായ ആനുകാലികമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ മോണാക്ട് വേദിയിൽ രാവിലെ മുതൽ അരങ്ങേറിയത്. 7 വേദികളിലാണ് മത്സര ഇനങ്ങൾ നടത്തുന്നത്. മറ്റ് 7 വേദികളിൽ വിവിധ മത്സരങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് മോണാക്ട് വേദിയിലേക്ക്, മോണാക്ട് നടക്കുന്ന ആ വേദിയിലെ ദൃശ്യങ്ങൾ കാണാം. നമ്മളെ ലൈംഗിക അതിക്രമണത്തിന് എതിരെ പ്രതികരിച്ച ധീരയായ യുവതി എന്ന് പറഞ്ഞ് ആ വീഡിയോ നമ്മുടെ ചാനലിലിടുന്നു. നമ്മളുടെ റീച്ച് ആകാശം മുട്ടയാവുന്നു. ഇതെങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിത് ചെയ്യാം. കാഞ്ഞിരപ്പള്ളി ആ പുറകെ നിൽക്കുന്നവരൊക്കെ ഇറങ്ങിക്കാൻ അങ്ങോട്ട് പെട്ടെന്ന്. കാഞ്ഞിരപ്പള്ളി എന്റെ പൊന്ന് കേട്ടിട്ട് നീങ്ങിയതേ. ഞാൻ വിസ്തരിച്ച് നിൽക്കാനായിട്ട് എനിക്ക് സ്വന്തം വണ്ടിയെ വന്നോടെ. ഇങ്ങോട്ട് വന്നേ. എന്തായി? കിട്ടിയോ? ഈ മാസ്ക് ഇട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? കിട്ടി. പക്ഷേ ഇത് മതിയായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം. ഒന്ന് നോക്കിക്കേ, കാണിച്ചേ. ഇത് മതി. ഇത് ധാരാളമല്ലേ? ഇത് മതിയോ? പിന്നെ ഈ മുട്ടേത് കണ്ടില്ലേ? ഈ മുട്ടയ ഭാഗം നമ്മൾ റെഡ് സർക്കിളിനകത്തുണ്ടാക്കി ഒരാരോയി വിടുന്നു. എന്നിട്ട് ഈ വീഡിയോ സ്ലോ മോഷനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നു. കൂടെ ഒരു ടാഗ് ലൈനും. ഇത് മതിയല്ലേ? എങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ പറയാം. നമ്മുടെ വേടന്റെ ഒരുത്തി ആ കള്ളിക്കാട്ടിലെ മുള്ളു പോലെ ഒരുത്തി. വേടന്റെ പാട്ടും തീ പോലത്തെ പെണ്ണും നമ്മളങ്ങ് റീച്ചായത് തന്നെ. ഞാനൊന്നുറഞ്ഞു തുള്ളിയാൽ ജനങ്ങൾ ചലിക്കില്ല. കേരളം സ്തംഭിക്കും. ഇല്ലെങ്കിൽ ഈ ഹരിതഭൂമിയെ ഞാൻ രണഭൂമിയാക്കി മാറ്റും. ഞാൻ അവതാര പുരുഷൻ, ഈ പുണ്യഭൂമി സൃഷ്ടിച്ചവൻ പോലും കയ്യിലൊരു മഴവുമേന്തി. സത്യം പറ, നീ ഒരു ഹർത്താൽ വിരോധിയല്ലേ? കയ്യിൽ മാരകായുധമായി നിൽക്കുന്നതിന്റെ തല ഞാൻ അടിഞ്ഞു വീഴ്ത്തും. അങ്ങനെ ഹർത്താൽ വിരോധി. ഹേ ഭഗവാൻ, ഇതോ എന്റെ കേരളം. മനുഷ്യജന്മങ്ങൾ കാർന്നു തിന്നുന്ന എത്ര കളിരൂപങ്ങൾ. അങ്ങ് ആരാണ്? ഞാൻ ഈ നാടിന്റെ സൃഷ്ടാവ്. നീ ആരാണ്? എന്തിനിവിടെ വന്നു? ഞാൻ അങ്ങ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ പാവമൊരു പ്രജ. എനിക്ക് മരിക്കണം. എന്താ കുട്ടി പറയുന്നേ? മരിക്കേ? ദൈവം തന്ന ജന്മത്തെ നാമായി നശിപ്പിക്കേ? അത് പാപമാണ് കുട്ടി, മഹാപാപം. ഇങ്ങോട്ട് വരീത് ഇങ്ങടെ മോനെ ഓത്തു പഠിപ്പിക്കാൻ ഞമ്മളെ കൊണ്ടാവൂല. ഹലോ, അതെന്തോ നിങ്ങൾ ഇങ്ങനെ പറയരുത്. ഓൻ ഞമ്മളോട് പറയാ ഓന്റെ സുന്നത്ത് ശരിയായിട്ടില്ലാന്ന്. എന്തോ ഉമ്മാക്ക് എന്താ വേണ്ടേ? എന്താടാ നമ്മൾ ഈ കേൾക്കണത്? ഉമ്മ, എനിക്ക് ആൺകുട്ടി ആവണ്ട. എനിക്ക് പെൺകുട്ടി ആയാ മതി. കൊല്ല ഞാൻ. നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെയാ നോക്കുക? പോയേടെങ്കിലും പോയി ചാകട. ജാതിബോധം ചുമന്നു നടക്കുന്നവർ എറിഞ്ഞൊളിക്കുന്ന തേങ്ങയുടെ ചിരട്ട പൊട്ടി കണ്ണിൽ കൊണ്ട വ്യാസന് ചെയ്തു പോയ മഹാപരാധം എന്ന് തിരിച്ചെഴുതാൻ പറ്റാതെ ചിത്തരോഗം പിടിപെട്ടിട്ടുണ്ടാകും. മലയാള സാഹിത്യ രംഗത്തെ നവഭാവുകത്വത്തിന്റെ ശില്പി ശ്രീ സന്തോഷ് ചിക്കാലത്തിന്റെ കവണ എന്ന ചെറുകഥയ്ക്ക് സ്വതന്ത്രാവിഷ്കാരം നൽകി നേരറിവിന്റെ കാവലാളുകയാണ് ഞാൻ. ഈ ആയുസിന്റെ ഒരു ദിവസം അതെങ്കിലും ഞങ്ങൾക്ക് നൽകൂ രാമ. കല്യാണ
നിങ്ങൾ